കോഴിക്കോട്ട് നാദാപുരത്തെ +1 പരീക്ഷ ആൾമാറാട്ടത്തിൽ വിശദമായ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു. വിദ്യാർത്ഥിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ സമർപ്പിക്കും. ആൾമാറാട്ടം നടത്തിയ ബിരുദ വിദ്യാർത്ഥിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സാനിയ മനോമിയാണ് നമുക്കൊപ്പം ചേരുന്നത്. സാനിയ മനോമി, ഈ കുട്ടിക്ക് 16 വയസ്സോ മറ്റോ 17 വയസ്സോ അത്രേ പ്രായമുള്ളൂ. അതുകൊണ്ടാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൊടുക്കേണ്ടത്. ഈ കുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആൾമാറാട്ടം നടന്നിട്ടുണ്ടാവുക. പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. കുട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആൾമാറാട്ടം നടത്തിയെന്നാണ് പറയുന്നത്. അതായത് പരീക്ഷ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിരുന്നു വന്നിരുന്നത്. പക്ഷേ ആ പരീക്ഷാ ഹാളിൽ ഉണ്ടായിരുന്ന അധ്യാപകന് സംശയം തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനമൈത്രി പോലീസിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ആൾമാറാട്ടം പിടിക്കുന്നത്. ഏതായാലും പരീക്ഷ എഴുതിയത് കടമേരി RAC സ്കൂളിൽ നിന്നാണ്. പക്ഷേ ആ സ്കൂളിലെ വിദ്യാർത്ഥിയല്ല, ഓപ്പണായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ്. അതായത് ഏത് സ്കൂളിലാണ് എവിടെയാണ് ഓപ്പണായി രജിസ്റ്റർ ചെയ്തതെന്ന് അറിയില്ല അല്ലേ? എൻ്റെ ഇപ്പോൾ ഉള്ളത് കടമേരി RACയിലെ പ്രിൻസിപ്പൽ കൂടിയാണ്. അങ്ങനെ അറിയില്ല അല്ലേ? ഇല്ല, ഈ ഓപ്പൺ രജിസ്ട്രേഷൻ കുട്ടികൾ ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് നമുക്കറിയില്ല. ഓപ്പൺ സ്കൂൾ കുട്ടികളെ അവരുടെ ഒരു രജിസ്റ്റർ ഞങ്ങൾക്ക് അയച്ചു തരികയും ആ കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഒരു രീതി. മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, ഇതുവരെ ഇങ്ങനെ ഒരു മാൾ പ്രാക്ടീസ് അല്ലെങ്കിൽ ഇംപേഴ്സണലൈസേഷൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. 30 വർഷത്തെ എൻ്റെ സർവീസ് ചരിത്രത്തിൽ ഇതുവരെ ഇത്തരം ഇഷ്യൂ ഉണ്ടായിട്ടില്ല. എത്ര കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു അന്നേ ദിവസം? അന്നേ ദിവസം 566 കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു. 566 കുട്ടികൾ ഓപ്പൺ ആയിരുന്നോ? അല്ല, അതിൽ പിന്നെ 300 കുട്ടികൾ റെഗുലർ കുട്ടികളും പിന്നെ 200 കുട്ടികൾ റെഗുലർ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റും 66 കുട്ടികൾ ഈ ഓപ്പൺ രജിസ്ട്രേഷൻ കുട്ടികളുമായിരുന്നു. ഈ കുട്ടികളെ കുറിച്ച് നമുക്ക് എന്തായാലും ഒന്നും അറിയില്ലല്ലോ അല്ലേ? ഒരു ഐഡിയ ഈ കുട്ടിയെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല. പിന്നെ ഇൻവിജിലേറ്റർ ചെറിയൊരു സസ്പെക്റ്റഡ് മാൾ പ്രാക്ടീസ് എന്നുള്ള അല്ലെങ്കിൽ ഇംപേഴ്സണലൈസേഷൻ പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ റൂമിൽ 27 നമ്പർ റൂമിലെത്തി കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്ത് കുട്ടിയോട് ചോദിച്ചപ്പോൾ ഇത് ആൾമാറാട്ടം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ കുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് വന്നു പോലീസിനെ വിവരം അറിയിച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തത്. അതായത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നടത്തിയതെന്ന് അറിയോ? അതായത് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ്, അത് മറ്റൊരാൾ എഴുതി കൊടുക്കാനുള്ള സാഹചര്യം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ കുട്ടി? അത് എഴുതിയ ആൾ പറഞ്ഞത് മറ്റവൻ എന്തായാലും എഴുതിയാൽ പാസ്സാവില്ല, അതുകൊണ്ട് അവനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ എഴുതിയതാണെന്നാണ് എന്നോട് പറഞ്ഞത്. മറ്റേ ആൾ ഏത് നാട്ടുകാരനാണ് എന്നറിയോ? ആ എഴുതിയ ആൾ കൊയിലാണ്ടിക്കാരനും പിന്നെ പരീക്ഷയുടെ ഒറിജിനൽ കാൻഡിഡേറ്റ് മലപ്പുറം ജില്ലക്കാരനുമാണെന്നാണ് പറഞ്ഞത്. ഇവരപ്പം എങ്ങനെയായിരിക്കും പരിചയം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? പരിചയം മുൻപ് ഏതോ ഒരു സ്ഥാപനത്തിൽ ഒന്നിച്ച് പഠിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതാണ് അരുൺ, അതായത് ഇവർ തമ്മിൽ മലപ്പുറം സ്വദേശിയായ വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. പക്ഷേ എഴുതിയത് മുജുകുന്ന് സ്വദേശിയാണ്. ഏതായാലും 64 കുട്ടികളാണ് ഓപ്പൺ ആയി പരീക്ഷ എഴുതിയിരുന്നത്. അതിലൊരാളെ സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻവിജിലേറ്റർ പരിശോധിക്കുകയും അപ്പോൾ തന്നെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്നിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിങ് റിപ്പോർട്ട് അടക്കം കൊടുക്കും. കുട്ടിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. സാനിയ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്.